കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ വൈകുന്നേര സമയത്തിൽ അറിയിക്കുന്നു. ദൈവം ഇന്ന് രാത്രിയിൽ നമ്മളെ എല്ലാവരും ഒരുമിച്ച് വീണ്ടും ഈ ക്ലാസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ദൈവസ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പാസ്റ്ററൽ എപ്പിസ്റ്റൽസ് അല്ലെങ്കിൽ പാസ്റ്ററൽ എപ്പിസ്റ്റൽസ് എന്ന വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തിമോത്തിയോസ് ലേഖനത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ക്ലാസ്സിൽ 5-ാം അധ്യായമാണ് ഞാൻ ചിന്തയ്ക്കെടുക്കുന്നത്. ഈ പ്രാരംഭ അല്ലെങ്കിൽ തിമോത്തിയോസ് ലേഖനത്തില് അല്പം സമയം ഞാൻ ചെലവഴിക്കുന്നതിന് കാരണം ഏറെക്കുറെ ഈ കാര്യങ്ങൾ റിപ്പീറ്റേഷൻ ആയിട്ട് നമുക്ക് തീത്തോസ് ലേഖനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അല്പം നമ്മൾ ഈ കാര്യങ്ങൾ ഒന്ന് പഠിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ അല്പം സമയം ഓരോ അധ്യായങ്ങൾക്ക് ഒരു ദിവസം വെച്ച് 1 മണിക്കൂർ വെച്ചെടുക്കുന്നത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കുന്നത് 5-ാം അധ്യായം, തിമോത്തിയോസ് 5-ാം അധ്യായം. വളരെ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു അധ്യായമാണ് 1 തിമോത്തിയോസ് 5-ാം അധ്യായം. വിശേഷാൽ എൻ്റെ അറിവനുസരിച്ച് ഫെമിനിസ്റ്റ് ചിന്താഗതിക്കാർ അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് വാദികൾ അപ്പോസ്തലനായ പൗലോസിനെ ഒരു തരത്തിൽ വളരെ എതിർക്കുന്നതിൻ്റെ ഒരു കാരണവും ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളോട് ബന്ധിച്ചാണ്. പക്ഷെങ്കിൽ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ സമൂഹത്തിൽ ഒരു യുവ ദൈവദാസൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ആശയത്തിലാണ് പൗലോസ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ആ ഒരു പെർസ്പെക്റ്റീവിലെ നമുക്ക് ഈ 5-ാം അധ്യായം പഠിക്കുവാൻ സാധിക്കുന്നുള്ളൂ. ഹൗ ടു ടേക്ക് കെയർ ചർച്ച് ആസ് എ യങ് പാസ്റ്റർ. ഒരു യുവ സുവിശേഷകനായ യുവ പാസ്റ്റർ ആയിട്ടിരിക്കുക ഒരു തിമോത്തിയോസ് എങ്ങനെ ഒരു സഭയുടെ വിശ്വാസികളെ തരം തിരിച്ച് അവർക്ക് എങ്ങനെ ഒരു പരിപാലനം ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ വിഷയത്തിൽ ഈ അധ്യായത്തിൽ കാണുന്നത്. അതില് 1-ാം വാക്യത്തിൽ മൂത്തവനെ ഭത്സിക്കാതെ അപ്പരെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്കാം. പൗലോസിന്റെ മനസ്സിലെ ആശയം കൃത്യമായിട്ട്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നോട് പറഞ്ഞത് എന്താണെന്ന് കൃത്യമായിട്ട് 1-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു കോൺഗ്രിഗേഷൻ, ഒരു സഭയിലെ കൂടിവരവിൽ ആരൊക്കെയാണ് അവരെ എല്ലാം വേർതിരിച്ചുകൊണ്ട് പൗലോസോടെ പഠിപ്പിക്കുകയാണ്. ഇംഗ്ലീഷിൽ ഡു നോട്ട് റെബ്യൂക്ക് ദി ഓൾഡ് മാൻ. പ്രായമുള്ളവരെ, എനിക്ക് NIV തർജ്ജിമ കുറച്ചും കൂടെ നല്ലതാ, ഒരു പദം ചേർത്തിട്ടുണ്ട്. ഡു നോട്ട് റെബ്യൂക്ക് ആൻ ഓൾഡർ മാൻ ഹാർഷ്ലി. അതിന്റെ ഗ്രീക്ക് പദം വന്നിരിക്കുന്നത് അവിടെ അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് സംസാരിക്കേണ്ട ഭാഷ്യം എങ്ങനെയാണെന്ന്, മൂത്തവർ ആരാണ്. അപ്പൊ ഞാൻ ഒന്ന് അതിലേക്ക് നമുക്കൊന്ന് ചിന്തിക്കാം. മൂത്തവർ, ഈ മലയാള തർജ്ജിമയിൽ അതെന്താണ് അങ്ങനെ ഒരു ഒറ്റ വാക്ക് പറയുമ്പോൾ ഒറ്റ വാക്കിൽ ഒരു ചിന്തയുണ്ടാകുന്നത് സാധാരണഗതിയിൽ പ്രായത്തേക്കാൾ മൂത്തത്. ശരിയാണ്, അത് തന്നെയാണ്. തിമോത്തിയോസിന് പറയുന്നത്
ഒരു മിനിറ്റ്. ഞാൻ കോള് വന്നത്, സോറി. റിപ്പീറ്റ് നോട്ട് ആൻ എൽഡർ. അപ്പം എൽഡർ എന്നുള്ള പദമാണ് ശരിക്കും ഗ്രീക്കിൽ വന്നിരിക്കുന്നത്. നമ്മൾ എൽഡർ ആരാണെന്ന് 1-ാം അധ്യായത്തിലൊക്കെ ഞാൻ പഠിപ്പിച്ചൊരു വിഷയമായതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. പ്രസ്ബറ്റർ അല്ലെങ്കിൽ ഡീക്കൺ എന്നുള്ളൊരു പദമാണ്. അപ്പം ഒരു പരിധി വരെ സഭയിലെ മൂപ്പന്മാരെ തന്നെയാണ് ഇവിടെ തിമോത്തിയോസിനോട് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത്. അവിടെ മൂത്തവർ എന്ന് പറയുമ്പോൾ സഭയിൽ തിമോത്തിയോസിനേക്കാൾ പ്രായമുള്ള ആ സഭയുടെ മൂപ്പന്മാരെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അവരെ എങ്ങനെ അവരോട് സംസാരിക്കണം, അപ്പോൾ ഒരു പാസ്റ്ററിന്റെ ഗുണം എങ്ങനെയായിരിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ തന്റെ നിജപുത്രനായ തിമോത്തിയോസ് പറയുക. ഞാൻ എങ്ങനെയാണ് മൂത്തവരോട് ഇത്രയും ലളിതമായ ഒരു ഭാഷയിൽ ഒരു 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 തിയറീസോ ഒരു പുസ്തകങ്ങളോ ലോകത്ത് അവൈലബിൾ അല്ല. ഹൗ ടു ഡീൽ വിത്ത് ആൻ ഓൾഡ് മാൻ ഇൻ ദി കോൺഗ്രിഗേഷൻ, എങ്ങനെയാണ് നമ്മൾ മൂത്തവരോട് ഇടപെടേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയുകയാണ്. അവരോട് ഹാർഷായിട്ട് സംസാരിക്കരുത്, പരുപരുത്ത സ്വഭാവത്തിൽ പരുക്കൻ രീതിയിൽ സംസാരിക്കരുത്. അയ്യോ, ഇത് വളരെയധികം കൈകാര്യം ചെയ്യുവാനും അല്ലെങ്കിൽ ഇത് പ്രാവർത്തികമാകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയാൻ, നിങ്ങൾക്കൊക്കെ എന്നെ കണ്ടപ്പോൾ എനിക്കറിയത്തില്ല, എന്റെ പ്രായം ഒരു പരിധി വരെയൊക്കെ കാഴ്ചയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയാം. എനിക്കൊരു ഒരു 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 എന്റെ രൂപവും ഭാവവും ഒക്കെ മാറിപ്പോയത്. ഞാൻ അങ്ങനെ എന്റെ സാക്ഷിയൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. പൊതുവേദിയിൽ ഞാൻ മീറ്റിങ്ങിലൊക്കെ പറയാറുണ്ട്. ഞാൻ എന്റെ ഫേസ് ഇതല്ലായിരുന്നു. എന്റെ ഫേസോ എന്റെ മുടിയുടെ സ്ട്രക്ചറോ ഇതൊന്നും അല്ലായിരുന്നു. എനിക്ക് നല്ല ഹെയറും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഞാൻ LLB പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ കോട്ടയം ജില്ല, ഞാൻ ജില്ലാ കമ്മിറ്റി അംഗം വരെ ആയതാണ് കോട്ടയത്ത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ദൈവത്തെ നമ്മൾ എപ്പോഴും കളിപ്പിക്കുന്നത് ശരിയല്ല. ദൈവം നമ്മളെ കളിപ്പിക്കും, ദൈവം നമ്മളെ ഇട്ട് എവിടെയെങ്കിലുമൊക്കെ പിടിക്കും. ഞാൻ സത്യം പറഞ്ഞാല് ദൈവത്തെ കളിപ്പിക്കുന്ന ഒരു മനോഭാവത്തിൽ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി. കാരണം സുവിശേഷങ്ങളുടെ തീരെ താല്പര്യമില്ല ഒരു പാസ്റ്റർ ആകാനും. കാരണം എന്റെ പിതാവൊക്കെ സഹിച്ച ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ മനസ്സിലാക്കുന്നത് കണ്ടു വളരുന്നത് കൊണ്ട് ഒരു കാരണവശാലും സുവിശേഷ വരൽ നിൽക്കണമെന്ന് ഒരു എങ്ങനെയെങ്കിലും ചാടാനായിരുന്നു പ്ലാൻ. അപ്പം പക്ഷെ എന്റെ മനസ്സിനകത്തൊരു ചെറിയ പാഷൻ ഉണ്ടായിരുന്നു ഈ സുവിശേഷ വരൽ. അതുകൊണ്ട് ഞാൻ ഈ സുവിശേഷ ഒരു പരിധി വരെയൊക്കെ ഈ മീറ്റിങ്ങിനും പ്രോഗ്രാമിനൊക്കെ പോവുമെങ്കിലും രാഷ്ട്രീയത്തിൽ നല്ല രീതിയിൽ ഞാനിങ്ങനെ പ്രസംഗിക്കാനും എടുക്കാനൊക്കെ പോകാനും. ഒരിക്കൽ ചെഗുവേര അനുസ്മരണ ദിനത്തില് ഡോക്ടർ ചെയെ പറ്റി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഭയങ്കര കോട്ടയം ടൗണിൽ വെച്ച് ഞാൻ പ്രസംഗിച്ചപ്പോൾ രാത്രി ആയപ്പോഴത്തേന് എന്റെ വീട്ടിൽ RSSകാർ മുഴുവൻ വന്നു. അപ്പം ഈ RSS ഇവരെ തേടി വന്നു, കാരണം അവർക്കെതിരെയാണ് പ്രസംഗിച്ചത് മുഴുവൻ. അങ്ങനെ എനിക്ക് എന്റെ പേര് വീട്ടിൽ വിളിക്കുന്നത് ഫെബി എന്നൊരു പേരുണ്ട്. അതാണ് ഈ ഷാജു സി ജോസഫ് പാഷ ഇടയ്ക്കിടയ്ക്ക് ഫെബി എന്ന് വിളിക്കുന്നത്. അപ്പം എന്റെ നാട്ടുകാർക്ക് മുഴുവൻ എന്നെ ഫെബി എന്നേ അറിയത്തുള്ളൂ, ജോൺലി എന്നുള്ള പേര് അവർക്ക് അറിയത്തില്ല. അപ്പം അവര് വന്ന് ജോൺലി എന്നൊരു ആളെ അന്വേഷിച്ചപ്പോഴത്തേന് അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല, ഈ നാട്ടിലേ ഇല്ലെന്ന് പറഞ്ഞു. കാരണം ഞാൻ കോട്ടയത്താണ് പഠിച്ചത്. എന്റെ പേര് ഫെബിന്ന്, അവിടെ ഫെബി എന്ന് പറയുന്ന പയ്യനാണ്. ആ പയ്യൻ പാവാ, ഒരു പെന്തക്കോസുകാരാണ്. പക്ഷെ ഞാൻ വെളിയിൽ പോകുമ്പോഴേ ഞാൻ വേറൊരു സ്വഭാവത്തിലുണ്ട്. ദൈവം അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോട്ടെ. 5 വർഷം കഴിഞ്ഞപ്പോഴത്തേന് എന്നെ ഒരു അസുഖത്തിൽ കൂടെ പിടിച്ചു. ഞാൻ ഭയങ്കരമായിട്ട് മുടി കെയർ ചെയ്യുമായിരുന്നു. സൗദി നമുക്ക് ഒരു ബ്യൂട്ടി കോൺഷ്യസ് ഉണ്ടല്ലോ, ഡ്രസ്സിങ് ഇതെല്ലാം. ഒരു ഷാജു ജോസഫ് പാസ്റ്റർ ചോദിച്ചാൽ മതി, ഒരു വട്ടത്തിൽ ഇങ്ങനെ ഒരു പുഴുക്കടി പോലെ സാധാരണ ഒരു അസുഖം. ഒരു ഒറ്റ മാസം കൊണ്ട് തുകർത്തി കഴിയുമ്പോഴത്തേന് മുടി മുഴുവൻ കൈ. അങ്ങനെ ഒരു രോമം പോലും ഇല്ല, അതൊരു മുടി പോലും ഇല്ല, അത് സകലം പോയി. പുരിയുമൊക്കെ ഇപ്പോഴും എനിക്ക് പുരിയൊന്നും തിരിച്ചു വന്നിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഈ കട്ടിയുടെ ഗ്ലാസ് വരുന്നത്. അപ്പൊ ഒരു മുടി പോലും ഇല്ലാതെ ഞാനും ചിക്കു കുര്യാക്കോസും ഒരിക്കലും ഒരു വേദിയിൽ പാടാൻ ഒരുമിച്ച് നിൽക്കുമ്പോഴത്തേന് ചിക്കു ക്യാൻസറിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഒരു സാക്ഷ്യം പറഞ്ഞുകൊണ്ട് താൻ പാടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അടുത്ത പാട്ട് ഞാനാ പാടുന്നത്.
ഞാനാണെന്നുണ്ടെങ്കിൽ തലയിൽ ഒരു മുടി പോലും ഇല്ല, കറക്റ്റ് കീമോതെറാപ്പി ചെയ്തതുപോലെ തന്നെ നിൽക്കും. എന്നെ കണ്ട അങ്ങനെ പറയത്തുള്ളൂ, ആ രീതി തന്നെ. പക്ഷെങ്കിൽ ദൈവം എന്നെ അങ്ങനെ ഒരു മുഖാന്തരത്തിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ഞാൻ ആ സമയത്ത് 8 മാസത്തോളം ഞാൻ വീട്ടിനകത്ത് തന്നെ ലോക്ക് ചെയ്തിരുന്നു. എൻ്റെ രാഷ്ട്രീയ ബന്ധങ്ങളും എല്ലാം ഉപേക്ഷിച്ച്. നല്ല നല്ല ബന്ധമുണ്ടായിരുന്നു. ഏഹ് വാസവൻ ചേട്ടന്, കെ.ജെ. തോമസ്, കോട്ടയത്തുള്ള സകല രാഷ്ട്രീയ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. എല്ലാവരുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് ഞാൻ 8 മാസക്കാലം വീട്ടിലിരുന്നു. ഞാനിത് പറയാൻ കാരണം, ദൈവം എന്നെ ആ ഒരു പാഠം പഠിപ്പിച്ച് ഞാൻ ആ 8 മാസം ഇരുന്ന സമയത്താണ് വേദപുസ്തക പഠനം ഞാൻ ആരംഭിച്ചത്. ഞാനൊരു പാസ്റ്റർ മോനാണെങ്കിലും ആരംഭിക്കുകയും, ഞാൻ ചെറുപ്പം തൊട്ടേ പപ്പയുടെ പ്രസംഗം കേൾക്കും, നല്ലപോലെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് എൻ്റെ പപ്പ. അങ്ങനെ പ്രസംഗം കേട്ടു. അങ്ങനെ ഒരിക്കലും ഞാൻ അന്നേരം അവിടെ തീരുമാനമെടുത്തു ബൈബിൾ കോളേജിൽ പോകാൻ വേണ്ടി. അങ്ങനെയാണ് എടുത്ത തീരുമാനത്തിന്മേൽ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. ഒരു ബാച്ചലർ ഡിഗ്രിയോ ബിഡിയോ ഒന്നുമില്ലാതെ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് MTH പഠിക്കുവാൻ 4 വർഷം ATA തന്നെ MTH പഠിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം ചെയ്തു. ഞാൻ 4 വർഷം ബാംഗ്ലൂരിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബ്രദറൻ ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിലാണ് പഠിച്ചത്. അതിനുശേഷം വന്നു. ആ സമയത്തും എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ഒരു ഹോമിയോയുടെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറഞ്ഞു. ട്രീറ്റ്മെന്റ് ചെയ്തെങ്കിലും ഞാൻ അതൊന്നും എല്ലാം ഗിവപ്പ് ചെയ്തു. പക്ഷെങ്കിൽ വന്നതിന് ശേഷം എങ്ങനെയാണെന്ന് അറിയത്തില്ല, പതുക്കെ ഈ മുടിയെല്ലാം തിരിച്ചു വന്നു. ഇതിന് മുടിയൊന്നുമല്ല. അങ്ങനെ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു. കർത്താവിന് വേണ്ടി ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്കും പഴയ ഫേസ് എനിക്ക് പതുക്കെ തിരിച്ചു വരാൻ തുടങ്ങി. ഇപ്പൊ ഏകദേശം നോർമലായി. ഞാൻ അതിനൊന്നും ഇപ്പൊ കെയർ ചെയ്യുന്നതല്ല. കർത്താവിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞതിന്റെ സാരം 2021 എൻ്റെ പിതാവ് മരിച്ചുപോയി. 40 വർഷം ഒരു ശുശ്രൂഷ ചെയ്ത ഒരു സഭയിലെ ഈ പഠനഭാഗം ഞാനിത് പറയാൻ വേണ്ടിയാണ്, അല്ലാതെ എൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയല്ല. എൻ്റെ പിതാവ് ശുശ്രൂഷിച്ച ഒരു സഭയില് മകനാണെന്നുണ്ടെങ്കിലും അംഗീകരിക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷെങ്കിൽ 2019 എൻ്റെ പപ്പായ്ക്ക് സുഖമില്ലാതായപ്പോഴത്തേന് കോട്ടയത്തിലേക്ക്, സ്വന്തം സ്വദേശത്തിലേക്ക് പോയി. ആ സമയത്ത് ഈ സഭയെ കർത്താവ് എൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. പപ്പ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മുൻപിൽ തന്നെ ശുശ്രൂഷയിൽ അത്യാവശ്യം സഭയെ നിയന്ത്രിക്കുവാൻ പ്രാപ്തരാണെന്ന് വിശ്വാസികൾക്കും എൻ്റെ പിതാവിനും ബോധ്യമായതിനു ശേഷമാണ് എൻ്റെ പപ്പായെ കർത്താവ് 2021 അക്കരെ നാട്ടിലേക്ക് വിളിച്ചത്. ഞാൻ അതിനുശേഷം ഈ സഭ പൂർണ്ണമായിട്ടും എൻ്റെ കയ്യിൽ ഉത്തരവാദിത്വം വന്നു. ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയത് ഈ ഭാഗമാണ് എന്നെ അസ്വസ്ഥതപ്പെടുത്തിയത്. അത് പറയാൻ വേണ്ടിയാണ്. മൂത്തവരെ ഭത്സിക്കാതെ അപ്പനെ പോലെയും, ഇതൊരു വലിയ കടമ്പയാണ് ഒരു യുവ ശുശ്രൂഷകനെ സംബന്ധിച്ച്. ഞാനിന്ന് ഞങ്ങളുടെ സഭയിൽ ഞാൻ 3 സഭ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വലിയ ആളാന്ന് പറയാൻ വേണ്ടിയല്ലോ, അങ്ങനെ ആരും വിചാരിക്കണ്ട. എല്ലാവരും തോട്ടം തൊഴിലാളികളും അങ്ങനെയുള്ള ജനങ്ങളുടെ ഇടയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. 3 സഭ ഞാനിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഈ 3 സഭയും കൂടെ കൂട്ടിക്കുവാണെങ്കിൽ 72 ഫാമിലി ഉണ്ട്. ഈ 72 ഫാമിലിയില് ഇത്രയും പേരെ നയിച്ചുകൊണ്ട് പോകുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര പിയർ പ്രഷറാണ്. അത് പെട്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. ഞാൻ സഭയില് ഒരു മൂപ്പനെ ഞാൻ വളർത്തിക്കൊണ്ടുപോകും. ഞാൻ അത്യാവശ്യം നല്ലപോലെ ശുശ്രൂഷിക്കും, എല്ലാം ചെയ്യും. അപ്പൊ ഒരു വെള്ളിയാഴ്ചയില്, മിക്കവാറും വെള്ളിയാഴ്ചകളിൽ ഞാൻ അദ്ദേഹത്തിന് അവസരം കൊടുക്കും. ഒരു പാസ്റ്റർ, ഒരു അസിസ്റ്റന്റ് പാസ്റ്റർ ആയിട്ടൊരു സഹോദരൻ ഈ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നു. ഞാൻ ഏത് ശുശ്രൂഷകന്മാർ വന്നാലും അവരെ മാനിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അവർക്ക്. ഞാൻ സമയം കൊടുത്തു. സമയം കൊടുത്തപ്പോൾ ഈ ഞങ്ങളുടെ സഭയിലെ മൂപ്പൻ അദ്ദേഹം പെട്ടെന്ന് കോപിഷ്ഠനായി ഇറങ്ങിപ്പോയി ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട്. അത് 3 ആഴ്ചയായിട്ട് സഭയിൽ വരുന്നില്ല. എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തെ മറ്റുള്ള ഒരാൾക്ക് സമയം കൊടുത്തുകൊണ്ട് ഇദ്ദേഹത്തെ കൊച്ചാക്കുന്നു. അപ്പൊ എന്നെ സഭയിലെ സീനിയർ ആയിട്ടുള്ള എല്ലാ വിശ്വാസികളും, ഞാനത് മൈൻഡ് ചെയ്യാൻ പോയില്ല. കാരണം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പെട്ട കാര്യമാണ് ഞാൻ ചെയ്തത്. ഞാൻ ആ വിഷയത്തെ ഗൗനിക്കാനേ പോയില്ല. ഒരു 7 പേരടങ്ങുന്ന ഒരു വലിയ ഫാമിലി തന്നെയാണ് അവരുടെ ഫാമിലി. അതൊന്നും ഞാൻ ബോധറായില്ല. എനിക്ക് ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷയുണ്ട്, എനിക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരമുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എൻ്റെ കടമയാണ്. അതിനകത്ത് ആരും ചോദ്യം ചെയ്യുവാൻ ആർക്കും സാധിക്കത്തില്ല. അപ്പോൾ എന്നെ മറ്റുള്ള മൂപ്പന്മാരെല്ലാം കൂടെ ഒരു സഭയിലെ കമ്മിറ്റി അംഗങ്ങളെല്ലാം വന്ന് കഴിഞ്ഞ ഈ 2 ആഴ്ചക്ക് മുമ്പ് നടന്ന സംഭവം എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, നമുക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകണം. ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ ചെയ്ത് തെറ്റല്ല. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പെട്ട, ഇല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഉപവാസ പ്രാർത്ഥനയിൽ ചെയ്തൊരു കാര്യമാണ്.
പക്ഷെങ്കിൽ ഈ വാക്യം അതുമല്ല 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ കൂടെ നമുക്ക് പറയാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊരു പ്രാക്ടിക്കൽ തിയോളജിയാണല്ലോ നമ്മളിപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ അനുഭവത്തിൽ തന്നെ പറഞ്ഞത്. ഈ ഭാഗം മൂത്തവനെ ഭത്സിക്കരുത്. എനിക്ക് ഇദ്ദേഹത്തെ ഒരു വലിയ സീനിയറായിട്ടുള്ളൊരു മനുഷ്യനാണ്, കൊച്ചുമക്കളുള്ള ഒരു ഞങ്ങളുടെ സഭയുടെ സെക്രട്ടറി തന്നെയാണ്. എങ്ങനെ ഈ കാര്യം ഇദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിക്കും? ഇവിടെയാണ് നമ്മൾ ഒരു യങ് പാസ്റ്റർ പെട്ടുപോകുന്നത്. ഇവിടെ ആരെങ്കിലും എന്നെ ഒരു യുവ സുവിശേഷകന്മാരോ പാസ്റ്റർമാരോ ഉണ്ടെങ്കിൽ അവർക്കൊരു പാഠമായിക്കൊള്ളട്ടെ. നിങ്ങളുടെ കാൽച്ചുവടുകൾ വെക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെ നമുക്കിത് കൈകാര്യം ചെയ്യാൻ സാധിക്കും? അനുസരിക്കാത്ത ഒരു സ്വഭാവം ഉള്ളവരെ ഒരു കാരണവശാലും വചനം നമ്മളെ പഠിപ്പിക്കുന്നതിനെയാണ്. ഡു നോട്ട് റെബ്യൂക്ക് ദം ഹാർഷ്ലി. ഒരു പരുക്കൻ വാക്കുകൾ കൊണ്ടുപോലും അവരോട് സംസാരിക്കാൻ പാടില്ലെന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിനകത്ത് രണ്ട് വർത്താനം പറയണമെന്നുണ്ട് തീർച്ചയായിട്ടും. കാരണം എന്റെ ജഡമതാ പറയുന്നത് രണ്ട് വർത്താനം പറയണം, അദ്ദേഹത്തെ ശാസിച്ചിരുത്തണം. പക്ഷെ വചനം എനിക്ക് അവസരം നൽകുന്നില്ല, വചനം എന്നെ അനുവദിക്കുന്നില്ല. വചനം പറയുന്നത് പ്രായത്തിൽ മൂത്തവരോട് പരുക്കൻ സ്വഭാവത്തിൽ സംസാരിക്കരുത്. ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ മിനിസ്ട്രിയിൽ നമ്മൾ നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇനി അത് തന്നെ പൗലോസ് എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത് 19-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: 2ഉം 3ഉം സാക്ഷികൾ മുഖേനയല്ലാതെ ഒരു മൂപ്പന്റെ നേരെ അന്യായം എടുക്കരുത്. അതൊരു യങ് പാസ്റ്ററോടുള്ള ഒരു ഉപദേശമാണ്. ഒരു സീനിയർ പാസ്റ്റർക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തോട് തനിയെ സംസാരിച്ച് അദ്ദേഹത്തോട് സഭയുടെ പൊതുവായിട്ട് തന്നെ ഇദ്ദേഹത്തെ തന്നെ എന്റെ പപ്പ ഒരു പ്രാവശ്യം റിവ്യൂക്ക് ചെയ്തതാണ്. ഞാൻ ഓർക്കുന്നുണ്ട്. സങ്കീർത്തന ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വേറൊരു ആവശ്യം പറഞ്ഞുകൊണ്ട് വിശ്വാസികൾ 2-3 പേരെ വിളിച്ചുകൊണ്ട് വേറൊരു വിശ്വാസി ഇങ്ങനെ ഒരു വഴക്കുണ്ടായി, രക്ഷിക്കപ്പെടാത്തൊരു അപ്പനാണ്, അദ്ദേഹത്തെ കത്തിക്കൊണ്ട് കുത്തി. പിന്നെ ദൈവം ജീവൻ കൊടുത്തു, അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപ്പൊ ഈ കാര്യം എന്റെ പപ്പ പൊതുപ്രസ്താവന സഭയിൽ പ്രസ്താവിക്കുന്നു. അദ്ദേഹം ഹോസ്പിറ്റലിലാണ്. ഞങ്ങൾ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോ തന്നെ ഇദ്ദേഹം ഇച്ചിരി ആവേശമുള്ള മനുഷ്യൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. മറ്റുള്ള സഹോദരന്മാരെ വിളിച്ചോണ്ട് എഴുന്നേക്കാൻ പോയപ്പോ ഇവിടെ പറയുന്നത് ഒരു സീനിയർ പാസ്റ്ററായിട്ടുള്ള ദൈവദാസൻ കൂടെയാണ്. അപ്പം പറഞ്ഞു, എന്റെ അനുവാദമില്ലാതെ ഇനി മേലാൽ പടി കടന്നിട്ടുണ്ടെങ്കിൽ ഈ ചർച്ചിലോട്ട് കയറുന്നുണ്ട്. അത് ഒരു സീനിയർ ദൈവദാസന് എടുക്കാനൊരു തീരുമാനമുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച്, ഇല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനായ ഒരു ശുശ്രൂഷകരെ സംബന്ധിച്ച് സഭയുടെ കാര്യത്തിൽ വളരെയധികം കെയർഫുൾ ആയിട്ട് നിൽക്കണമെന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. എത്രമാത്രം പൗലോസ് ഈ വിഷയത്തിൽ ഗ്രാഹ്യമുള്ളവരാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ അറിയാതെ സമയം കൂടുതലെടുത്തു പോയി. നമുക്ക് പെട്ടെന്ന് താഴെയുള്ള ഭാഗത്തിലേക്ക് വരാം. അപ്പോൾ മൂത്തവരെ, അല്ലെങ്കിൽ പ്രായത്തിൽ മൂത്തവരെ, മൂപ്പന്മാരെ അവരെ റിബ്യൂക്ക് ചെയ്യരുത്, അടങ്ങിയിരിക്കാൻ പറയരുത്, പരുക്കൻ മനോഭാവത്തോട് സംസാരിക്കരുത്. എന്നാൽ അവരെ അപ്പനെ പോലെ തന്നെ അവരോട് ബിഹേവ് ചെയ്യണം. അപ്പനെ പോലെ. നമ്മള് അപ്പന്മാരോട് സംസാരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ചൂടായിപ്പോകും. അത് ആ ചൂടാകുന്നത് സ്നേഹത്തിലാണ് പറയുന്നത്. അല്ലാതെ ഒരു കാരണവശാലും ഒരു തിരസ്കരണ മനോഭാവത്തോടുകൂടെ ആരോടും നമുക്ക് പരുക്കരായിട്ട് സംസാരിക്കാൻ കഴിയത്തില്ല. കാരണം വചനം അങ്ങനെ തന്നെയാണ് നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്നത്. ഇനി ഇളയവരെ നമ്മുടെ സഹോദരങ്ങളെ പോലെ, അപ്പനെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്? ബഹുമാനത്തോടു കൂടെയാണെന്നുണ്ടെങ്കിൽ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുവാൻ, ചിലപ്പോൾ തമാശ പങ്കിടുവാൻ, നമ്മുടെ ഒരു ബ്രദറിനോട് നമ്മൾ എങ്ങനെയാണോ ഇടപെടുന്നത് അതുപോലെ തന്നെ സഭയിലെ ഇളയവരോട് ഇടപെടണമെന്ന് പൗലോസ് അവരെ പഠിപ്പിക്കുകയാണ്. ഇനി മൂത്ത സ്ത്രീകളെ അവരോട് ഹാർഷാരുടെ സംസാരിക്കുന്ന കാര്യമൊന്നും പൗലോസ് ഇവിടെ പറയുന്നില്ല. ചിലപ്പോൾ അതിനുള്ള ലൈസൻസ് കാണാം, ചിലപ്പോൾ അവരെ ഉപദേശിക്കാനുള്ള ഒരു ലൈസൻസ് പൗലോസിന് കാണാം. പക്ഷെങ്കിൽ അവരെ എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, അവരെ എങ്ങനെയാണ് ഏത് മനോഭാവത്തോടു കൂടെയാണ് കാണേണ്ടത് എന്നാണ് ഇവിടെ കാണുന്നത്. അവരെ അമ്മമാരെ പോലെ നമ്മൾ കരുതണം. അമ്മമാരെ പോലെ അവരെ ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം, അവരെ ആശ്ലേഷിക്കണം, അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതാണ് ഒരു പാസ്റ്ററുടെ കടമ.
അപ്പോൾ തന്നെ ഇളയ സ്ത്രീകളെ എങ്ങനെയാണ്? ഇവിടെ വളരെ വാക്ക് ശ്രദ്ധേയമാണ്, പൂർണ്ണ നിർമ്മലതയോടെ. കാരണം മനസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ചിന്തകൾ നിർമ്മലതയെ കളങ്കപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ആ ആ ആ ഒരു മനോഭാവത്തെ കളങ്കപ്പെടുത്തുന്ന ചിന്തകളുണ്ടെങ്കിൽ ഒരു കാരണവശാലും കൂടെ ഇളയവരെ ചെയ്യരുത് എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഇളയവരെ പൂർണ്ണ നിർമ്മലതയോടുകൂടെ സഹോദരിമാരെ പോലെ പ്രബോധിപ്പിക്കുക. അപ്പം ഇങ്ങനെ ഒരു കോൺഫിഡൻസ് നമ്മൾ നോക്കിയേ, ഈ വേദപുസ്തകത്തിൽ എത്ര മാത്രമാണ് ഒരു സ്ത്രീകളോട് ഒരു മനുഷ്യൻ, ഒരു 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 വ്യക്തി എങ്ങനെ ഇടപെടണമെന്ന്, എത്ര എത്ര ഭവ്യതയോടുകൂടെ, ഏത് മനോഭാവത്തോടുകൂടെ ഇടപെടണമെന്ന് നമ്മളെ വിരൽ ചൂണ്ടി കാണിക്കുന്ന ഒരു 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 കാര്യമാണ്. ഇത്രയും പറഞ്ഞ പൗലോസ് അടുത്തത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കടക്കുക. സഭയിലുള്ള വിധവന്മാരെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? അടുത്ത ചില വാക്യങ്ങൾ പൗലോസ് വളരെ ശക്തമായി നമ്മളോട് പ്രതിപാദിക്കുന്ന ഒരു വിഷയം. സാക്ഷാൽ വിധവമാരായിരിക്കുന്ന വിധവന്മാരെ മാനിക്കാം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ വിധവന്മാരുണ്ട്. അപ്പോൾ അല്ലാത്തവരാരാണ്? അടുത്ത വാക്യത്തിലുണ്ട് പുത്രന്മാരും പുത്രപൗത്രന്മാരുണ്ടെങ്കിൽ അതാണ്. അപ്പൊ നോബഡി, ആരുമില്ലാത്ത വിധവന്മാർ, അവരെ എങ്ങനെയാണ് കരുതേണ്ടത്? അവരെ മാനിക്കാം, അവരെ ഓണർ ചെയ്യണം, അവരെ ബഹുമാനിക്കണം. പക്ഷെങ്കിൽ അല്ലാത്തവരെ, ഈ പുത്രപൗത്രന്മാര് എന്ന് അവിടെ പറയുന്നത് നെഫ്യൂസ് എന്ന് പറഞ്ഞാൽ ഈ പുത്രന്മാരുണ്ടായിരിക്കാം, ചിലപ്പം അവരുടെ സ്വന്തക്കാര്, അവര് ഈ ഈ സഭയിലുള്ളവരോട് പറയുകയാണ് അവരെ നോക്കും. കാരണം ഈ എഫെസോസ് സഭയിലെ പാസ്റ്ററായിട്ടായിരിക്കാം പൗലോസിനെ അപ്പോയിന്റ് ചെയ്തത്. ലാസ്റ്റ് നമുക്കറിയാം എഫെസോസ് സഭയിലെ പാസ്റ്റർ തന്നെ ആയിരുന്നു തിമോത്തിയോസ്. ബുക്ക് ഓഫ് റെവലേഷനിൽ നമുക്ക് ആ ഭാഗത്തേക്ക് വായിക്കുമ്പോൾ എഫെസോസ് സഭയുടെ ഒരു സീനിയർ പാസ്റ്റർ ആയിരുന്നു തിമോത്തിയോസ്. അപ്പോൾ അവിടെ ധാരാളം വിധവന്മാരുള്ള സഭകളാണ് എന്ന് പഠനം നമ്മളെ മനസ്സിലാക്കും. അതിൽ വിധവന്മാരുടെ ഒരു ലിസ്റ്റ് തന്നെ തിമോത്തിയോസിന്റെ കയ്യിലുണ്ടായിരിക്കാം എന്നാണ് പറയുന്നത്. കാരണം സാക്ഷാൽ വിധവന്മാര്, പുത്രപൗത്രന്മാരുള്ള വിധവന്മാര്, ഇനി അടുത്തത് പ്രായം 60 വയസ്സിൽ താഴെയുള്ള വിധവന്മാര്, ചെറുപ്പക്കാരായിട്ടുള്ള വിധവന്മാര്, ഇവരൊക്കെ ഈ സഭയുടെ അംഗങ്ങളായിട്ടുള്ള ലിസ്റ്റ് പൗലോസിന്റെ കയ്യിൽ, അല്ലെങ്കിൽ തിമോത്തിയോസിന്റെ കയ്യിൽ. കാരണം അവരെ പറ്റിയാണ് ഇനി താഴെയുള്ള വാക്യങ്ങൾ പറയുന്നത്. നോക്കിയേ, അവിടെ പുത്രപൗത്രന്മാരുണ്ടെങ്കിൽ അവർ മുൻപേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യാൻ പഠിക്കട്ടെ. ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരമാണ്. കാരണം അവരെ നോക്കാൻ അവരോട് തന്നെ ബുദ്ധി ഉപദേശിക്കുകയാണ് പൗലോസ്. 5, സാക്ഷാൽ വിധവയും ഏകാകിയുമായവൾ ദൈവത്തിൽ ആശ വെച്ച് രാപ്പകൽ യാചനയിലും പ്രാർത്ഥനയിലും ഉറ്റുപാർക്കുന്നു. ഇവിടെ പറയുന്ന ഈ ഭാഗം ആരുമില്ലാത്തവരെ പറ്റിയാണ്. കാരണം സഭ ഇവരെ ടേക്ക് കെയർ ചെയ്യണം. ഇതാണ് പൗലോസ് 5-ാം വാക്യത്തിൽ അവരെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നത്. അവർക്ക് വേറെ ജോലിക്ക് പോകാനോ ഒന്നും സഭ അവരെ അനുവദിക്കുന്നില്ല എന്നല്ല, അവർ പോയില്ലെങ്കിലും കുഴപ്പമില്ല, സഭ അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് അവർക്കുള്ള ഡ്യൂട്ടി മാത്രം പൗലോസ് പറയുകയാണ് രാപ്പകൽ യാചനയിലും പ്രാർത്ഥനയിലും ഉറ്റുപാർക്കട്ടെ. മനസ്സിലായോ? അപ്പം അവരെ അത്രമാത്രം ഒരു വിധവയെ കൺസേൺ ചെയ്യണമെന്നാണ് പൗലോസ് സഭ തിമോത്തിയോസിനോട് പറയുന്നത്. ഇതൊക്കെ ഇന്ന് വെറും വേദപുസ്തകത്തിലെ താളുകളിൽ ഇടം പിടിക്കുന്ന വാക്യങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കാരണം സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഇടയിൽ അനേക വിധവമാരുണ്ട്. അവരെയൊന്നും ദൈവസഭയിലെ ആരും ഒരു പരിപാലിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ ചിന്തിക്കണം. ഇനി നമ്മളെല്ലാവരും എടുത്ത് അടിക്കുന്ന ഒരു ചൂരവടി പോലെ കൊണ്ടു നടക്കുന്ന ഒരു വാക്യമുണ്ട്, 6-ാം വാക്യം. കാമുകിയായവളോ ചത്തവൾ. ഞാൻ കേട്ട് മടുത്തു ഇഷ്ടം പോലെ. കാരണം ആരെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ പ്രേമിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്ന എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കി, വേദപുസ്തകം പറയുന്നത് കാമുകിയായവളോ ചത്തവൾ. ഇത് എന്നോടും പറഞ്ഞിട്ടുണ്ട് ഒത്തിരി പേര്. കാരണം ഇത് പറഞ്ഞിട്ട് നാളെ നിങ്ങൾ അടിച്ചിറക്കരുത്, എനിക്ക് ഇഷ്ടം പോലെ പ്രേമിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞ് അതല്ല ഞാൻ പറഞ്ഞതിന്റെ സാരം. ഞാൻ പറഞ്ഞത് ഇത് നമ്മളോട് സാറിന് ചെറുപ്പക്കാരുടെ എല്ലാം തന്നെ അമ്മമാര്
ഞാൻ കേട്ടിട്ടുണ്ട് അമ്മമാരൊക്കെ ഈ വാക്യം അറിയാവുന്നവരെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, കാമുകിയായവളോ. എന്താണ് ആ വാക്യത്തിന്റെ കോണ്ടെക്സ്റ്റ്, എന്താണ് ആ വാക്യത്തിന്റെ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഇംഗ്ലീഷിൽ ആ വാക്യം വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ഈ ഭാഗം അങ്ങ് ഈ ഈ പഠനത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ കുറച്ചും കൂടെ ഞാൻ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു പോയത്. വാക്യങ്ങൾ വായിച്ചു പോയിട്ടുണ്ടെങ്കിലും എന്താണെന്ന് ഒരു സ്റ്റഡി നടത്തിയത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ പഠനത്തിലാണ്. ഞാൻ ഇംഗ്ലീഷിൽ ആ വാക്യം ഒന്ന് രണ്ട് തർജ്ജമയിൽ ഞാൻ വായിക്കാം. 5-ാം വാക്യം, 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ NIV ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: ബട്ട് ദ വിഡോസ് ഹു ലീവ്സ് ഇൻ പ്ലഷർ ഈസ് ഡെഡ്. മേളിൽ പറഞ്ഞിരിക്കുന്ന വിധവമാരെ പറ്റിയാ പറഞ്ഞത്. അവര് ലോകസുഖത്തിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചത്തവരാണ്. ഇനി നമ്മളെല്ലാം ഒറിജിനൽ ട്രാൻസ്ലേഷൻ ആണെന്ന് പറയുന്ന KJV-യില് ബട്ട് ഷീ ദറ്റ് ലീവ്, അവിടെയും ഷീ മേഖലയിൽ പറഞ്ഞിരിക്കുന്ന വിധവമാരെ പറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവര് ഈ ലോകത്തിന്റെ സുഖത്തിനനുസരിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചത്തവരാണെന്നാണ് വേദപുസ്തകത്തിൽ. ചത്ത ഇല്ലെങ്കിൽ ചാകുക, ഇല്ലെങ്കിൽ ഈ മരണം എന്നുള്ള ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ശരിക്കും പറഞ്ഞാൽ ടെനാറ്റോസ് എന്നൊരു പദമാണ് ഡെത്തിന് ഉപയോഗിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം അവിടെ സ്പെറ്റലാവോ എന്നൊരു പദമാണ്. സ്പെറ്റലാവോ, അതിനർത്ഥം ദൈവത്തിൽ നിന്ന് അകന്നവർ. ഇത്രയും ചത്തവർ എന്ന് പറഞ്ഞാൽ ദൈവത്തെ മറന്ന് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവർ എന്നുള്ള വാക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ പൗലോസ് ഒരു വിധവ എങ്ങനെയായിരിക്കണം എന്നുള്ള വാക്യങ്ങൾ പറഞ്ഞു വരുന്നതിനിടയ്ക്കാണ് എന്ന് പറയുന്നത് കാമുകിയായവളോ ചത്ത. അപ്പോൾ those who lives in flesh, ആ വിധവ വീണ്ടും ഈ ലോകത്തിന്റെ മോഹത്തിനും സുഖത്തിനും അടിമയായിട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവൾ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടവൾ എന്നുള്ള ഒരു ആശയം തന്നെയാണ് ഇവിടെ പൗലോസ് ഈ ഭാഗത്തിൽ നമ്മളോട് പറയുന്നത്. എന്നാൽ അവർ നിരപവാദ്യമായിരിക്കേണ്ടതിന് നീ ഇത് ആജ്ഞാപിക്കുക. സോ അപ്പോൾ തിമോത്തിയോസിന്റെ ഡ്യൂട്ടി അവിടെ പറയുന്നത്, അല്ലാതെ ഈ വിധവമാരെ ഒന്നും പൗലോസ് കുറ്റപ്പെടുത്തുകയല്ല. ഹൗ ടു ടേക്ക് കെയർ ദ വിഡോസ്, സഭയിലെ വിധവമാരെ എങ്ങനെ നീ പരിപാലിക്കണം. ഇങ്ങനെ പോകുന്ന വിധവമാരെ അവരെ ആജ്ഞാപിക്കുക, അവരെ കണിശമായിട്ട് അവരോട് ബുദ്ധി ഉപദേശിക്കാനാണ് തിമോത്തിയോസിനെ ഇവിടെ നിയോഗം കൊടുത്തിരിക്കുന്നത്. ഇനി 8-ാം വാക്യം വായിക്കുമ്പോൾ, തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ അവിശ്വാസിയേക്കാൾ അധമനായിരിക്കും. ഇനി അടുത്തൊരു കാറ്റഗറി വീട് നോക്കാത്തവരെ പറ്റിയവർ. തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ. ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ ഈ വാക്യം മറന്ന് പറയുന്നതാണോ അതോ എന്താ പറയുന്നേ, നമ്മുടെ അറിയാതെ നമ്മുടെ ഇടയിൽ വന്നൊരു ആശയമാണോ എന്നെനിക്കറിയത്തില്ല. നമുക്ക് കരുതുന്ന എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു ജനറേഷന് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയോ ഒന്നും കരുതരുത് എന്നൊരു പഠനം നിലവിൽ നിന്നൊരു കാലം ഉണ്ടായിരുന്നു. എനിക്കറിയത്തില്ല, പ്രിയ എൽദോസാനൊക്കെ പഴയ വിശ്വാസികളായതുകൊണ്ട് ചിലപ്പോൾ ഒരു പരിധിവരെയൊക്കെ ഇങ്ങനെയുള്ള ആശയങ്ങൾ കേട്ട് കാണും. നമുക്ക് വേണ്ടി ആരും നമ്മളൊന്നും കരുതരുത്. അത് പ്രത്യേകിച്ച് നിങ്ങളുടെ നിക്ഷേപം തുരുമ്പിക്കുന്നതും ആ ഒരു ഭാഗം വെച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ വളരെയധികം നമ്മളൊരു കാര്യം മനസ്സിലാക്കി. നിങ്ങൾ ശലോമോനെ പറ്റി ഒന്ന് നോക്കി, ഉറുമ്പിനെ നോക്കി ബുദ്ധിമുട്ടി, അങ്ങനെയല്ലേ ശലോമോൻ പറയുന്നത്. അത് വേനൽക്കാലത്ത് അതിന്റെ വേണ്ടുന്ന ആഹാരം അത് സ്വരുക്കൂട്ടുകയാണ്. പ്രത്യേക ശലോമോൻ പറയുന്ന ഉറുമ്പെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഉറുമ്പല്ല. ഉറുമ്പ് പല പല വെറൈറ്റീസ് ഉണ്ട്, സ്പീഷീസ് ഉണ്ട്. ഇത് ഇസ്രായേൽ നാട്ടിലെ ഉറുമ്പുകളെ തന്നെ പറയുന്നതാണ്. കാരണം അതികഠിനമായ തണുപ്പ് അത് വരുമ്പോൾ ഈ ഉറുമ്പുകൾക്ക് അതിന്റെ വാസസ്ഥലങ്ങളിൽ നിന്ന് എത്തി നോക്കുവാൻ പോലും കഴിയാത്തൊരു അവസ്ഥ വരും. അപ്പോൾ ഇതിനറിയാം അങ്ങനത്തെ ഒരു കാലം വരും. അതുകൊണ്ട് എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ചേർത്ത് വെച്ചേ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ സഭയിലെ വിശ്വാസങ്ങളൊക്കെ പറയാറുണ്ട്. അത് ഞാനിങ്ങനെ കേട്ടത് തന്നെയാണ്, കേട്ടത് വയസ്സ് പറഞ്ഞു തന്നെയാണ്. നമ്മള് ഈ 25-30 വയസ്സിനുള്ളില് ഞാൻ എന്തായിത്തീരണോ അതായിക്കോണം.
ഇനി 35 വയസ്സ് വരെ ആ ഒരു ടൈം പീരീഡില് ഞാൻ എന്താണോ, ഇപ്പൊ എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയർ, ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ, അതില് നമ്മളൊരു പ്രഗത്ഭരാകുവോ, അതിൽ എൻ്റെ ഒരു പ്രത്യേക സിഗ്നേച്ചർ, എൻ്റെ ഒരു കയ്യൊപ്പ് ചേർത്ത് 40 വയസ്സിനുള്ളിൽ ഞാൻ ആ ഒരു ഫീൽഡിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുക. ഒരു പാസ്റ്റർ ആണെങ്കിൽ അങ്ങനെ, ഒരു വിശ്വാസി, ഒരു 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 എന്താ പറയുന്നത്, ഏത് തുറയിൽ ജീവിക്കുന്നവരാണെങ്കിൽ 40 വയസ്സിനുള്ളിൽ എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്ത് തീർത്തിരിക്കണം. മനസ്സിലാക്കാം. ഇനി 40ാമത്തെ വയസ്സിനുള്ളിൽ നമ്മൾ എന്താണ്, വിവാഹം കഴിക്കും, എല്ലാം അതില് അതാ പറഞ്ഞ് നമ്മൾ പേഴ്സണലായിട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും 40 വയസ്സിനുള്ളിൽ ചെയ്തിരിക്കണം. ഇനി 40 തൊട്ട് 50 വയസ്സ് വരെയുള്ള ഒരു സമയത്ത് നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ അമ്മയപ്പന്മാർ ജീവിച്ചിരിക്കുക അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ വ്യക്തമായി കരുതേണ്ട ഒരു 10 വർഷമാണ് 40 തൊട്ട് 50 വരെ. 50 വയസ്സ് തൊട്ട് അല്ലെങ്കിൽ 60 വയസ്സ് വരെയുള്ള ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ കരുതാനും പോകാൻ പറ്റത്തില്ല, ഒന്നിനും പോകാൻ പറ്റത്തില്ല. നിങ്ങള് ഇപ്പൊ നിങ്ങളുടെ മക്കളുണ്ടെങ്കിൽ ആരാണോ നിങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്നത് അവരെ അടുത്ത ഒരു കരയിലേക്ക് കല്യാണം കഴിച്ച് വിടുകയാണെങ്കിൽ അങ്ങനെ, പഠിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ, എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കേണ്ട ഒരു സമയമാണ് 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും പോകരുത്. മിണ്ടാതെ വീട്ടിൽ ഇരുന്ന് എന്തെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. ഇത് പൊതുവായ ഒരു ഇത് വേദോസനാണോ ചോദിച്ചാൽ എന്നോട് ചോദിച്ചാൽ ഞാൻ എനിക്കറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാണെങ്കിൽ, ആയുസ്സും ആരോഗ്യം കർത്താവ് തരികയാണെന്നുണ്ടെങ്കിൽ അതൊരു, ഇപ്പോഴും എനിക്ക് അറിയാവുന്ന ഒത്തിരി പേരുണ്ട് 60 വയസ്സ് കഴിഞ്ഞിട്ടും പിള്ളേർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന എത്രയോ പേരെ നമുക്കറിയാം, എത്രയോ ദൈവദാസൻ. പക്ഷെ അത് നല്ലൊരു കാര്യമാണോ ചോദിച്ചാൽ ആയിരിക്കാം. പക്ഷെങ്കില് നമ്മുടെ അച്ചീവ്മെന്റ് 40 വയസ്സിനുള്ളിൽ തീർക്കണം. 40 to 50 എന്ന് പറഞ്ഞാൽ ഒരു പീക്ക് ടൈമാണ്. നമുക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്ത് 50 തൊട്ട് 60 വയസ്സിലുള്ള അടുത്ത ഒരു ജനറേഷന് നമ്മൾ എടുത്ത് അവരുടെ കാര്യങ്ങൾ തീർന്നു വിടണം. പിന്നെ നമ്മളൊന്നും നോക്കരുത്. അത് ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലും പ്രയോജനപ്പെടുവാണെങ്കിൽ പ്രയോജനപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിത് പറഞ്ഞത്. അതാരാ എന്റെ റെക്കോർഡിങ് വീണ്ടും കേട്ടാൽ മതി, ക്ലാസ് അതുകൊണ്ട് നമുക്ക് വചനത്തിലേക്ക് വരാം. ഇനി 9ാം വാക്യത്തിൽ 9-10 വാക്യങ്ങൾ അല്പം ഒരു വളരെ കഠിനമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പൗലോസ്, ഇതാണ് ഞാൻ പറഞ്ഞത്, ഫെമിനിസ്റ്റുകാരൊക്കെ വളരെ എതിർക്കുന്ന ഒരു ഭാഗമാണ്. കാരണം സൽപ്രവർത്തികളാൽ ശ്രുതിപ്പെട്ട ഏകഭർത്താവിന്റെ ഭാര്യയായിരുന്ന 60 വയസ്സിന് താഴെയല്ലാത്ത വിധവ മക്കളെ വളർത്തുകയോ അതിഥികളെ സൽക്കരിക്കുകയോ വിശുദ്ധന്മാരുടെ കാലുകളെ കഴുകുകയോ ഞെരുക്കമുള്ളവർക്ക് മുട്ടു തീർക്കുകയോ സൽപ്രവൃത്തിയും ചെയ്തു പോരുകയോ ചെയ്തുവെങ്കിൽ അവളെ തിരഞ്ഞെടുക്കാം. ഒരു വല്ലാത്ത ഒരു ആശയമായി പൗലോസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഇനി അടുത്ത വാക്യത്തിൽ വായിക്കുമ്പോൾ, ഇളയ വിധവന്മാരെ ഒഴിക്കാം. അവർ ക്രിസ്തുവിന് വിരോധമായി പുളച്ചു മതിക്കുമ്പോൾ വിവാഹം ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. ഈ പൗലോസ് തന്നെയല്ലേ പറഞ്ഞത്, ഏത് ഭർത്താവ് മരിക്കുകയാണെങ്കിൽ ഷീ ഹാസ് ദ ലൈസൻസ് ടു മാരി, അവർക്ക് വീണ്ടും വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു. പക്ഷെ ഇവിടെ ഒരു പ്രത്യേക ഒരു പദങ്ങളൊക്കെയാണ് പൗലോസ് ഇവിടെ ഉപയോഗിക്കുന്നത്. വിധവന്മാരെ ഒഴിക്കാം. ഇത് സഭയോടുള്ള ബന്ധത്തിലാണ് പൗലോസ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കാണേണ്ട പെർസ്പെക്റ്റീവ് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ തിമോത്തിയോസ് എന്ത് ചെയ്യണമെന്നുള്ളതാണ് പൗലോസ് പറയുന്നത്. തിമോത്തിയോസ് സഭയുടെ എന്താ പറയുന്നത്, സഭയുടെ കാര്യങ്ങളിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനിൽ അവരെ തെരഞ്ഞെടുക്കുക, അല്ലാത്തവർ ഒഴിക്കുക. അത് തിമോത്തിയോസിനുള്ള കാര്യമാണ് പറയുന്നത്. അല്ലാതെ ഒരു വിധവമാരെയോ, ഇളയ വിധവമാരാകട്ടെ മൂത്ത വിധവമാരാകട്ടെ ആരുമായാലും അവരെ പറ്റി ഒരു ആശയമല്ല പൗലോസ് പറയുന്നത്. നമ്മൾ ആ ഒരു പെർസ്പെക്റ്റീവ് മാത്രമേ ഈ വാക്യം എടുക്കാവുള്ളൂ. അവളെ ഒഴിക്കാം. ഏതിൽ നിന്ന് ഒഴിക്കാം? സഭയുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനില്, സഭയുടെ ഇപ്പം ഉദാഹരണത്തിന് സഭയില് സ്ത്രീകൾക്ക്, ദൈവദാസിമാർക്ക് ചെയ്യേണ്ട അനേക ഡ്യൂട്ടീസ് ഉണ്ട്. ഇപ്പം മേളിൽ പറഞ്ഞ പോലെ പ്രാർത്ഥനയിലും യാചനയിലും ഉറ്റുപാർക്ക എന്ന് മുകളിലുള്ള ഒരു ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. ഇത്
ഇതിൽ പൗലോസിന്റെ അല്ലെങ്കിൽ തിമോത്തിയോസിന്റെ കൂടെ ഗ്യാതറിങ്സിൽ ഈ പ്രാർത്ഥനയിലും ഈ യാചനയിലും ദൈവദാസന് താങ്ങായി തണലായി നിൽക്കാൻ ില്ല ഈ പറയുന്ന കാറ്റഗറി ഉള്ളവർ. ഏത് 11-ാം വാക്യം, ഇളയ വിധവന്മാരെ ഒഴിക്കുക. ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ഒഴിവാക്കുക. കാരണം അവർക്ക് മറ്റുള്ള കാര്യങ്ങളാണ് അവരുടെ ശ്രദ്ധ എന്നാണ് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്. ഇതെടുത്തിട്ട് നമ്മൾ പൗലോസ് സ്ത്രീ വിരോധിയാണ്, പൗലോസ് ഒരു കാരണവശാലും കല്യാണം കഴിക്കാത്തത് കൊണ്ട് സ്ത്രീകളുടെ കാര്യങ്ങളൊന്നും പൗലോസിന് അറിയത്തില്ല, അപ്പോഴൊന്നുമില്ല, അയാൾക്ക് സ്ത്രീയോട് വെറുപ്പാണ്, ഇത്തരത്തിലുള്ള ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സ്റ്റക്കായി പോകുന്നുണ്ടെങ്കിൽ സാറേ ഒന്ന് ലീവ് ചെയ്ത് ജോയിൻ ചെയ്താൽ മതി. സാർ ലീവായോ? റേഞ്ചിന് അല്പം ഇതായെന്ന് തോന്നുന്നതുകൊണ്ടാണ്. പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? ഇങ്ങനെയുള്ള സഹോദരിമാരെ തന്റെ സഭയുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള ആശയമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ പൗലോസ് ഒരു സ്ത്രീവിരുദ്ധവാദിയായിട്ട് നമുക്ക് കാര്യമില്ല. ഹി ഈസ് കൺസേൺ ഓഫ് ദ ഗാദറിംഗ്. കൂടിയുള്ള പൗലോസിന്റെ ആശയമാണ് ഇവിടെ. തിമോത്തിയോസ് ഒരു പേഴ്സണൽ ലെറ്ററാണ്, പ്രത്യേകിച്ച് ഒരു പേഴ്സണൽ ലെറ്ററാണ്, ഒരു പൊതുവായ ലേഖനമോ ഒന്നുമല്ല. ദിസ് ഈസ് വെരി പേഴ്സണൽ ലെറ്റർ ടു തിമോത്തി. അപ്പോൾ ഒരു ദൈവദാസൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അത് അവരെ പറ്റി ആദ്യ വിശ്വാസം തള്ളുകയാൽ അവർക്ക് ശിക്ഷാവിധി ഉണ്ട്. വിധവന്മാരെ പറ്റി 11-ാം വാക്യം മുതൽ, ഇളയ വിധവന്മാരെ ഒഴിക്കുക ക്രിസ്തുവിന് വിരോധമായി പുളച്ചു മതിക്കുമ്പോൾ വിവാഹം ചെയ്യുവാൻ ഇച്ഛിക്കും. ആദ്യ വിശ്വാസം തള്ളുകയാൽ അവർക്ക് ശിക്ഷാവിധി ഉണ്ട്. അത്രയുമല്ല, അവർ വീട് തോറും നടന്ന് മെനക്കെടുവാനും ശീലിക്കും. മെനക്കെടുക മാത്രമല്ല, വായാടികളും പല കാര്യത്തിൽ ഇടപെടുന്നവരുമായി അരുതാത്തതും സംസാരിക്കും. ആകയാൽ ഇളയവർ വിവാഹം ചെയ്യുകയും പുത്രസമ്പത്ത് ഉണ്ടാക്കുകയും ഭവൻ രക്ഷിക്കുകയും വിരോധിക്ക് അപവാദത്തിനും അവസരം ഒന്നും കൊടുക്കാതിരിക്കുകയും വേണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അടുത്തത്, ഇപ്പോൾ തന്നെ ചിലർ സാത്താന്റെ പിന്നാലെ പോയല്ലോ. അത് അവിടുത്തെ പ്രസന്റ് സിറ്റുവേഷൻ ആണ്, അവിടുത്തെ കാര്യമാണ് പൗലോസ്. ഇപ്പോൾ തന്നെ സാത്താന്റെ പിന്നാലെ ചെന്ന് പോയല്ലോ. ഒരു വിശ്വാസിനിക്ക് വിധവന്മാരുണ്ടെങ്കിൽ അവൾ തന്നെ അവർക്ക് മുട്ടു തീർക്കട്ടെ. സഭയ്ക്ക് ഭാരം വരുത്തരുത്. സാക്ഷാൽ വിധവമാരായവർക്ക് മുട്ടുതീർപ്പാനും ഉണ്ട്. അപ്പോൾ സഭ ഒരു വിധവയുടെ കാര്യത്തിൽ എടുക്കേണ്ട ഒരു കൺസിഡറേഷൻ ആണ് ഈ ഭാഗങ്ങളിൽ വളരെ വിശദമായിട്ട് പൗലോസ് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. അടുത്തത് വളരെ പ്രധാനപ്പെട്ട അടുത്ത ഒരു കാറ്റഗറിയാണ് നന്നായി ഭരിക്കുന്ന മൂപ്പന്മാർ. ഇത് നേരത്തെ പറഞ്ഞ മൂപ്പന്മാരെ പറ്റി മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാർ പ്രത്യേകം വചനത്തിനും ഉപദേശത്തിനും അധ്വാനിക്കാൻ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരാകേണ്ടതാണ്. ഇവരാരാണ്? അധ്വാനിക്കുന്ന മൂപ്പന്മാർ. ഇവര് സഭയുടെ എൽഡേഴ്സ്, അവരെ സഭയുടെ ഒഫീഷ്യൽ കാര്യങ്ങൾ, സഭയുടെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന കൈകാര്യം ചെയ്യുന്നവരെ പറ്റി തന്നെയാണ് പൗലോസ് 17-ാം വാക്യത്തിൽ പറയുന്നത്. അതിന്റെ റൂളിംഗ് എൽഡേഴ്സ്, അതിന്റെ 1 കൊരിന്ത്യർ 9-6 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചിലരെ കാണാൻ സാധിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ
9-ാം അധ്യായം 6 മുതൽ. അല്ല, വേല ചെയ്യാതിരിക്കുവാൻ എനിക്ക് ബർന്നബാസിനും മാത്രം അധികാരമില്ലെന്നുണ്ടോ? സ്വന്തം ചിലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവൻ ആർ? മുന്തിരിത്തോട്ടം ഉണ്ടാക്കിയതിന്റെ ഫലം തിന്നാതിരിക്കുന്നവൻ ആർ? ആട്ടിൻകൂട്ടത്തെ മേയിച്ച് കൂട്ടത്തിന്റെ പാൽ കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നവർ ആർ? ഞാനിത് മനുഷ്യരുടെ മര്യാദ പ്രകാരമോ എന്ന് പറയുന്നത് ന്യായപ്രമാണവും ഇങ്ങനെ പറയുന്നില്ലയോ? മെതിക്കുന്ന കാളയ്ക്ക് മൂക്കട്ട കെട്ടരുത് എന്ന് മോശ ന്യായപ്രമാണത്തിൽ മൂക്കട്ട കെട്ടരുത് എന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ? ദൈവം കാളയ്ക്ക് വേണ്ടിയോ ചിന്തിക്കുന്നത്? അല്ല, കേവലം നമുക്ക് വേണ്ടി പറയുന്നതോ? അതോ ഉഴുന്നവൻ ആശയോടെ ഒഴുകുകയും മെതിക്കുന്നവൻ ഫലം കിട്ടുന്നു എന്നുള്ള ആശയോടെ മെതിക്കുകയും വേണ്ടാതാകിയാൽ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്രേ. എക്സ്പ്ലനേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. മതി 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 ഞാൻ നിങ്ങൾ ആ വാക്യങ്ങളൊന്ന് ജസ്റ്റ് കോട്ട് ചെയ്താൽ മാത്രം മതി. അതില് മറ്റൊരു വാക്യം ഗലാത്യ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം, ഒരാള് എബ്രായർ ലേഖനം 7-ന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഈ ഭാഗങ്ങളൊക്കെ ഈ ആശയം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യത്തില് വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. സോ ഇവിടെ പൗലോസ് ഇവിടെ തൊട്ട് പറയുന്ന കാര്യം, ഇരട്ടി മാനത്തിന് യോഗ്യനാണ്. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കെട്ട കെട്ടരുത് എന്ന് തിരുവെടുത്ത് പറയുന്നു. വേലക്കാരൻ തന്നെ കൂലിക്ക് യോഗ്യൻ. അപ്പോൾ തീർച്ചയായിട്ടും സഭയിലെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, സഭയിലെ ഇവരെ പ്രസ്ബെറ്റേറിയൻസ് എന്ന് വേണമെങ്കിൽ ഇവരെ നമുക്ക് വിളിക്കാം, ഈ മൂപ്പന്മാരെ. ആ പദമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തത്, ഇവർക്കെതിരെ എങ്ങനെ ആക്ഷൻ എടുക്കണം? 2ഉം 3ഉം സാക്ഷികൾ മുഖേന അല്ലാതെ ഒരു മൂപ്പന്റെ നേരെ അന്യായം എടുക്കരുത്. അപ്പോൾ ആ മൂപ്പൻ മാനത്തിന് യോഗ്യനാണ്, ഇരട്ടി മാനത്തിന് യോഗ്യനാണ്, എല്ലാം ചെയ്യുകയാണെങ്കിലും എന്തെങ്കിലും ന്യൂനതയോ അപാകതയോ കുറവോ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ തീർച്ചയായിട്ടും അന്യായം എടുക്കുന്നത് 2-3 സാക്ഷികളുടെ ഉണ്ടായിരിക്കണം. ഇനി പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കും ഭയത്തിനായി എല്ലാവരും കേൾക്കെ ശാസിക്കാം. അപ്പോൾ എന്താണ് പാപം? ഇപ്പം ഒരു നമ്മളത് വിചിന്തനം ചെയ്യുന്ന നല്ലതായിരിക്കും. കാരണം വേറൊന്നുമല്ല, സഭയുടെ ആഭ്യന്തര കാര്യങ്ങൾ എന്തെങ്കിലും ഒരു കുറവുകളോ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് പരസ്യമായി ശാസിക്കാൻ പാടില്ല. വളരെ രഹസ്യമായി തന്നെ 2-3 സാക്ഷികളെ വെച്ചുകൊണ്ട് ഈ പ്രശ്നം തീർക്കണം. എന്നാൽ ഒരു പാപിയാണ്, ഇല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത് ദൈവവചനത്തിന് വിരുദ്ധമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും കേൾക്കെ ശാസിക്കാം. നീ പക്ഷമായി ഒന്നും ചെയ്യാതെ 2 സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ച് കൊള്ളണം എന്ന് ഞാൻ ദൈവത്തെയും ക്രിസ്തുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കിയിട്ടുണ്ട്. അപ്പം പൗലോസിനോട് യാതൊരുത്തിന്റെ മേലും വേഗത്തിൽ കൈവെക്കരുത്, അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരാവരുത്, നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക, മേലാൽ വെള്ളം കുടിക്കുക മാത്രം ചെയ്യാതെ അജീർണതയ്ക്ക് കൂടി ക്ഷീണത നിർത്തി അല്പം വീഞ്ഞും സേവിച്ചു കൊള്ളുക. ഈ ഭാഗം ഒത്തിരി കോൺട്രഡിക്ഷൻ ആയിട്ടുള്ള പല കാര്യങ്ങൾ കൊണ്ട് എൻ്റെ ആശയം ഒന്നും ഞാനിപ്പോ പറയാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ എങ്ങനെയാണോ എടുക്കുന്നത് അങ്ങനെ ആയിക്കോട്ടെ. കാരണം ഇതൊരു വലിയ കോൺട്രഡിക്ഷൻ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഒന്ന്, നമ്മുടെ നിലവിലുള്ള ഒരു 2-3 കാര്യങ്ങൾ മാത്രം. നിലവിൽ ഞാൻ ഏതാണെന്ന് പേഴ്സണലായിട്ട് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഒന്ന്, എന്ത് വീഞ്ഞാണെന്ന് ചോദിച്ചാൽ വീഞ്ഞ് തന്നെയാണ്, അതിനെപ്പറ്റി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇറ്റ്സ് എ വൈൻ. അപ്പോൾ എത്രമാത്രം അതിന്റെ അളവ് എന്ന് അവിടെ പറയുന്നത് നമുക്ക് കാണുന്നത് അല്പം വീഞ്ഞ് ഇത്രയും. അപ്പം എന്ത് അത് സെഡേഷൻ വരുത്തുന്നതാണോ, ലഹരി പദാർത്ഥമാണോ? ലഹരി അന്നേരം നമ്മൾ പറയും ഇത് ഇസ്രായേലിലെ മുന്തിയിനം സൂപ്പർ വീഞ്ഞാന്ന് പറയും. ഈ ആയിക്കോട്ടെ, അതിനിപ്പന്ന അത് വീഞ്ഞിന്റെ ഗുണം ചെയ്യുമല്ലോ. അപ്പോൾ അപ്പോഴും പൗലോസ് പറയുകയാണ് അല്പം വീഞ്ഞ് സേവിക്കാം. ഇനി രണ്ടാമത്, ചിലർ പറയുന്നത് ഒരു മെഡിസിനൽ കാര്യമാണ് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ ആശയത്തിൽ വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് നല്ലൊരു ആശയം തന്നെയാണ്. ചിലപ്പോൾ ഒരു മെഡിസിന്റെ കാര്യമായിരിക്കാം അപ്പോസ്തലനായ പൗലോസ് അവിടെ പേഴ്സണലി പറയുന്നത്, അല്പം വീഞ്ഞ് സേവിച്ചു കൊള്ളുക. അന്നത്തെ കാലത്തെ ഏതെങ്കിലും നിലവിൽ നിന്ന് മെഡിസിനൽ ആശയമാണ് പൗലോസ് അവിടെ കൊണ്ടുവരുന്നത്.
ചിലർ പറയുന്നത് ഈ രണ്ട് കാര്യമാണ് നിലവിലുള്ള ഒരു വാദങ്ങൾ. അത് നിങ്ങൾക്ക് നമ്മുടെ വെസ്റ്റേണേഴ്സിനോട് ചോദിച്ചാൽ അല്പം നമുക്ക് ജീർണതയ്ക്ക് മദ്യം കഴിക്കുന്നവരാണ് എന്ന് ബാപ്റ്റിസ്റ്റ് താരങ്ങളുണ്ട് ഇവിടെ. അവർ പറയുന്നത് അങ്ങനെയാണ്, അല്പം ഇച്ചിരി സേവിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന ബാപ്റ്റിസ്റ്റുകാരെ എനിക്കറിയാം. കാരണം നമ്മുടെ കൂട്ടത്തിൽ വേദനിക്കുന്നതിൽ ബാപ്റ്റിസ്റ്റുകാരാണ് ഈ ഒരു ഇത് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവാഞ്ചലിക്കൽ ബാപ്റ്റിസ്റ്റുകാരെ ഇവരൊക്കെ മദ്യം കഴിക്കാം, കുറച്ച് കഴിക്കാം എന്നൊക്കെ വാദിക്കുന്നവരൊക്കെ ഉണ്ട്. എന്നാൽ ഒറ്റ കാര്യം പറയാം, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കിയില്ലെന്ന് മാത്രം നമ്മൾ കണ്ടാൽ മാത്രം മതി. അതിന് പകരമായ ഒരു വാക്യം വേറെ നമുക്കൊന്നും പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ ചില മനുഷ്യരുടെ പാപങ്ങൾ വിസ്താരത്തിനായി 24-ാം വാക്യം മുൻപേ തന്നെ തെളിവായിരിക്കുന്നു. ചിലരുടെ പാപങ്ങളോ ക്രമേണയത്ര സൽപ്രവൃത്തികളും അങ്ങനെ തന്നെ തക്കവയും മറന്നിരിക്കുകയില്ല. കാരണം പൗലോസ് ചർച്ചിന്റെ കാര്യം തന്നെയാണ് പൗലോസ് വീണ്ടും പറയുന്നത്. ചിലർ കുറ്റം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടി വരും, പെട്ടെന്ന് മനസ്സിലാക്കും. ചിലത് തെളിയിച്ച് പതുക്കെ ഇതൊക്കെ തെളിയുന്നു തന്നെയാണ് പറയുന്നത്. എത്ര മറക്കി വെക്കാൻ ശ്രമിച്ചെങ്കിലും ഇത് പതുക്കെ തെളിഞ്ഞു വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൽപ്രവർത്തികളും അങ്ങനെ തന്നെ വെളിവാകാത്തവയും മറന്നിരിക്കുകയില്ല. അപ്പം രണ്ട് കാര്യം പറയാണ്. ചിലരുടെ നല്ല പ്രവൃത്തിയും വീണ്ടും അത് ദൈവസഭയ്ക്ക് മുമ്പോട്ട് വരും. എന്നാൽ ചിലത് എന്താ പറയുന്നേ, ദൈവത്തിന്റെ ദൂഷണമാകുന്ന പാപത്തിലാണെന്നുണ്ടെങ്കിൽ അതും വെളിപ്പെട്ടു വരും. അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് പൗലോസ് താഴെയുള്ള ഭാഗങ്ങളിൽ മുമ്പിലുള്ള ഭാഗങ്ങൾ പറയുന്നത്. 6-ാം വാക്യത്തിൽ പൗലോസ് 6-ാം അധ്യായത്തിൽ വ്യക്തിപരമായ ചില ഉപദേശങ്ങൾ കൂടെ കൊടുത്ത് ഈ 1 തിമോത്തിയോസ് പര്യവസാനിപ്പിക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇല്ലെങ്കിൽ ഈ അധ്യായം അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കും പറഞ്ഞു. താങ്ക് യു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു അഭ്യർത്ഥന ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ ഓരോ അധ്യായം വെച്ചെടുക്കുന്നതായതുകൊണ്ട് ദയവായി ക്ലാസ്സിന് മുൻപ് ആ ചാപ്റ്റർ മാത്രം ഒന്ന് വായിച്ചോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് പോകുന്നത് എനിക്ക് സന്തോഷമാണ്. മാത്രമല്ല എനിക്കും കൂടെ പഠിക്കാൻ സാധിക്കും. നിങ്ങളുടെ വിലയേറിയ സംശയങ്ങളുണ്ടെങ്കിൽ അത് ദയവായി ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അടുത്ത ആഴ്ച പോകുന്നത് 6-ാം അധ്യായത്തിലേക്കാണ്. അപ്പം 6-ാം അധ്യായം നിങ്ങൾ ധ്യാനിക്കുക, വായിക്കുക. അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് അവസാനമായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗം മാത്രം ഒന്ന് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. താങ്ക് യു. അപ്പൊ സാറേ